ഹായ് ഫ്രണ്ട്സ്, നല്ല മഴയും അതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത്, അമ്മ രാവിലെ അതായത് നമ്മൾ നൂൽപ്പിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൻഷുവിന് എന്തെങ്കിലും വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്തോന്ന്. അപ്പോൾ ധൻഷുവിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാനും അമ്മയും ഇലയുടെ ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് ചാടിയിട്ടുണ്ട്, കാരണം അവിടെയാണ് ഇലയുള്ളത്. ഇല ഞാൻ പറിച്ചു തരണമെന്നാണ് അമ്മമ്മ എന്നോട് ചോദിക്കുന്നത്. അങ്ങനെ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായി നിൽക്കുന്ന അമ്മമ്മേനെയും കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് മാവ് കുഴക്കുന്ന കേട്ടോ. കുറച്ച് മാത്രമേ കുഴക്കേണ്ടതുള്ളൂ, കാരണം രാവിലത്തെ നൂൽപ്പിട്ടിൻ്റെ ബാക്കി കുഴച്ച് വെച്ച മാവ് ഒത്തിരി കിടപ്പുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് 5 ആൾക്കും കൂടെ വേണമെങ്കിൽ അത് എത്തത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും കുഴക്കുന്നത്. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, അതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കുഴയൊക്കെ അങ്ങ് സെറ്റാക്കി നല്ല ഉണ്ട പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടേ. ഇനി അടുത്തത് നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളത്. നല്ലൊരു തുണിയെടുത്ത് ആ ഇലയൊക്കെ അങ്ങ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അതിന് ശേഷം നല്ലൊരു വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അമ്മ ഇവിടെ തേങ്ങ ഇരണ്ടുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടെന്ന്. ഇനി ഈ ഒരു ഉണ്ട ഓരോന്നോരോന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതുപോലെ ഇലയിൽ നല്ല വട്ടത്തിൽ അങ്ങ് പരത്തിയെടുക്കണം. ഇതിൽ നിങ്ങൾക്ക് സ്ക്വയറോ റൗണ്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. റൗണ്ട് എന്ന് പക്ക പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ആ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു ഭാഗത്തായിട്ട് അങ്ങോട്ട് നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഇട്ടത് കൂടുതലാണോ അമ്മയോട് ചോദിച്ചപ്പം കുറച്ച് കൂടി കുറച്ച് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാരി അങ്ങോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് 2 വശം ചേർത്ത് വെക്കുക. അങ്ങനെ നമ്മൾ എണ്ണത്തിനനുസരിച്ച് ഓരോന്ന് എടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ ഉപ്പിലെ ചപ്പിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടെ വാരി ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുക്കറിൻ്റെ ഇതെടുത്തിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിന് ശേഷം അതിൻ്റെ മേലെ ഇത് വെച്ചു. ഇനി നന്നായിട്ട് ഇതൊന്ന് ആവി വരട്ടെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 വശവും നല്ലപോലെ വെന്തെങ്കിലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നല്ല വെന്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള അട റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാമല്ലോ. പഞ്ചസാരയ്ക്ക് പകരം വെള്ളം ഇടാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ടേസ്റ്റിന് ഏലക്കായൊക്കെ ഇടുന്നവരുണ്ട്. ഇതാണ് നമ്മുടെ അടയുടെ ഫൈനൽ ലുക്ക്.